to our science class. Have you completed the notes of the previous chapter, adaptations in animals? Okay, good. Today we are going to start a new chapter in science, chapter 3, force, work and energy. Chapter 3, force, work and energy. Are you ready? Okay. We know that non-living things do not move on their own. Like, നമുക്കറിയാമല്ലോ നോൺ ലിവിങ് തിങ്സ് തന്നെത്താനെ മൂവ് ചെയ്യുമോ? ഇല്ല. They can move only when we push or pull them. അവ നമ്മൾ ഒന്നീ പുഷ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പുള്ള് ചെയ്യണം, എങ്കിൽ മാത്രമേ അവ മൂവ് ചെയ്യത്തുള്ളൂ. We push or pull a door to open or to close it. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ഡോറ് തുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നി നമ്മൾ പുഷ് ചെയ്യണം അല്ലെങ്കിൽ പുള്ള് ചെയ്യണം. ക്ലോസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പുഷ് ചെയ്തെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? ക്ലോസ് ആകത്തുള്ളൂ. When you push or pull a box, it moves. ബോക്സ് നമ്മൾ പുഷ് ചെയ്യുകയോ പുള്ള് ചെയ്യുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ? മൂവ് ചെയ്യത്തുള്ളൂ. So, push or pull applied on an object is called force. So, what is force? What is force? A push or pull applied on an object is called force. So, a push or pull applied on an object is called force. It moves a stationary thing from their position. Okay. So let us learn about effects of force or uses of force. The changes that a force can bring about is called its effects. When a force is applied on a body, these effects can be seen. First one, a force can make a stationary object move. Example, if you push a chair or a table, it will move from its position. ഇപ്പോൾ ഞാൻ ഈ ടേബിള് പുള്ളി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് മൂവ് ചെയ്തു. അത് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ നിന്നും മൂവ് ചെയ്തു. However, if you push a car, it may not move. These objects remain stationary because the force applied by us is not sufficient to move the body. ഇപ്പോൾ ഞാൻ ഈ ടേബിള് അല്ലെങ്കിൽ ഒരു ചെയർ ഇതൊക്കെ നമ്മൾ പുള്ളി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് മൂവ് ചെയ്തു. പക്ഷെങ്കിൽ നമ്മളൊരു കാറ് ഒരാൾ ഒറ്റയ്ക്ക് പുഷ് ചെയ്താൽ അത് മൂവ് ചെയ്യുമോ? നമ്മളതിൽ ഫോഴ്സ്, നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മൂവ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? അത് മൂവ് ചെയ്യാൻ തക്ക ഫോഴ്സ് അല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒരു ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. Then, second effects. A force can change the shape or size of an object. ഫോഴ്സിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു വസ്തുവിൻ്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ, when an inflated balloon is pressed between two hands, its shape changes. ഇപ്പോൾ ഈ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ബലൂണിൽ
ഞാൻ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, എ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഡിറക്ഷൻസ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഫോഴ്സിന് ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ ഡിറക്ഷൻ, അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ, എ ബാറ്റ്സ്മാൻ ചേഞ്ചസ് ദ ഡിറക്ഷൻസ് ഓഫ് എ മൂവിങ് ബോൾ ബൈ ബൈറ്റിംഗ് ദ ക്രിക്കറ്റ് ബാറ്റ്. നിങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടിട്ടില്ലേ? അപ്പോൾ ബൗളർ എന്ത് ചെയ്യും? ബോള് ബാറ്റ്സ്മാന് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഏത് ഡിറക്ഷനിലാണോ ആ ബോൾ ചെല്ലുന്നത് അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. ആര്? ഈ ബാറ്റ്സ്മാന് അവരുടെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അതില് പുഷ് ചെയ്യുന്നത്. ഓക്കെ. Then the fourth one, a force can stop a moving object. ഒരു ഫോഴ്സിന് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ എ ഗെയിം ഓഫ് ഫുട്ബോൾ, when a player applies a force to stop the movement of the football. നിങ്ങൾ ഫുട്ബോൾ കളിയും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുട്ബോളിൽ ഏതെങ്കിലും ഒരു പ്ലെയർ എന്ത് ചെയ്യും? ഫുട്ബോള് പുഷ് ചെയ്ത് മൂവ് ചെയ്യിക്കും. പിന്നെ അടുത്ത ആൾ എന്ത് ചെയ്യും? അതേലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ ഫുട്ബോള് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആ ഫുട്ബോള് സ്റ്റോപ്പ് ആകും. Then next effects. A force can increase or decrease the speed of a moving object. ഫോഴ്സിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂട്ടാനും സാധിക്കും, കുറയ്ക്കാനും സാധിക്കും. For example, when we give push to a moving swing, we make it move faster. നിങ്ങൾ ഊഞ്ഞാലാടിയിട്ടില്ലേ? അപ്പം ഊഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേലെ ഒരു പുഷ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഊഞ്ഞാലിന്റെ ആ മൂവ്മെന്റിന്റെ സ്പീഡ് കൂടും. When we apply a force in the opposite direction, we make the swing slow down. പക്ഷെ ഏത് ഡിറക്ഷനിലാണോ അത് മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഊഞ്ഞാല് സ്ലോ ഡൗൺ ആവും. So a force is used to move an object or stop an object or change its direction or change its speed. അപ്പം ഫോഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫോഴ്സിന് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. പിന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൂവ് ചെയ്യിക്കുന്ന ഒരു വസ്തുവിന്റെ ആ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഓക്കെ. Then let us study types of forces. Types of forces. In nature, two types of forces are acting all the time. These are gravity and friction. So, gravity and friction. So, first one, gravity. So, what happens when you throw a ball up into the sky? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ആ ബോള് മുകളിലേക്കൊന്ന് എറിയുന്നു. എന്ത് സംഭവിക്കും? Does it keep going in the air or it falls back? അപ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മൾ ആ ബോൾ മുകളിലേക്ക് ഇടുമ്പോൾ കുറച്ച് ദൂരം അത് മുകളിലേക്ക് പോകും. അതിനുശേഷം അതെന്ത് സംഭവിക്കും? താഴേക്ക് വീഴും. The fall first goes up and then it falls back to the ground. This is because of the gravity. എന്തുകൊണ്ടാണ് ആ ബോൾ കുറച്ച് ദൂരം മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വീണത്? ഗ്രാവിറ്റി. So gravity is the force that pulls every object down towards the center of the earth.
ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഗ്രാവിറ്റി ഈസ് ദ ഫോഴ്സ് gravity is the force that pulls every object down towards its the center of the earth. So what is gravity? Gravity is a force that pulls every object down towards the center of the earth. എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. It is because of the gravity that the objects like leaves and fruits fall down instead of going up. അപ്പം മരത്തിൽ ധാരാളം ഇലകളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഈ മാവിലുണ്ടാകുന്ന മാങ്ങയൊക്കെ ആണെങ്കിലും പഴുത്ത് കഴിയുമ്പോൾ അത് മുകളിലോട്ടാണ് പോകുന്നത്, താഴോട്ടാണ് വീഴുന്നത്? യെസ്, അത് താഴോട്ടാണ് വീഴുന്നത്. കാരണം എന്താണ്? ഈ ഗ്രാവിറ്റി മൂലമാണ്. ആ എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് എർത്ത് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ലീവ്സും താഴേക്കാണ് വീഴുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഫ്രിക്ഷൻ. So look here. What happens when you push a pencil box on a table? ഇപ്പൊ ഞാൻ ഈ പെൻസിൽ ബോക്സ് ഒന്ന് പുഷ് ചെയ്ത് വിട്ടു. എന്ത് സംഭവിച്ചു? Does it keep moving or stop after some time? അത് ഞാൻ പുഷ് ചെയ്തപ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരുന്നു, അതോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പ് ആയോ? യെസ്, ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ മൂവിങ് എ സർട്ടൻ ഡിസ്റ്റൻസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ അത് കുറച്ചു നേരം മൂവ് ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പായി. കാരണം എന്താണ്? ഫ്രിക്ഷൻ. സോ വാട്ട് ഈസ് ഫ്രിക്ഷൻ? യെസ്, ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് when two objects are in contact with each other. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് ആണ്. ഇറ്റ് റെസിസ്റ്റ് ദ മോഷൻ ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഇറ്റ് സ്ലോസ് ഡൗൺ ഓർ സ്റ്റോപ്സ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഇപ്പം ഈ ഞാൻ ടേബിളിൽ അല്ലായിരുന്നു ബോക്സ് വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ബോക്സിൽ ഒരു പുഷ് കൊടുത്തു. അപ്പോൾ ആ ബോക്സ് ഞാൻ കൊടുത്ത ആ ഫോഴ്സിന്റെ ഇഫക്റ്റ് ആയിട്ട് ആ ബോക്സ് മൂവ് ചെയ്തു. അപ്പോൾ അത് ഏത് വസ്തുവിലാണ് ഇരിക്കുന്നത്? ടേബിള്. അപ്പൊ ആ ടേബിള് എന്ത് ചെയ്യും? ഈ ഒബ്ജക്റ്റിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്ത ആ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ ബോക്സ് സ്റ്റോപ്പ് ആകും. സോ റഫ് സർഫസസ് കോസ് മോർ ഫ്രിക്ഷൻ ദാൻ സ്മൂത്ത് സർഫസ്. റഫ് ആയിട്ടുള്ള, അതായത് പരുക്കനായിട്ടുള്ള സർഫസ് ആണ് കൂടുതൽ ഫ്രിക്ഷന് കാരണം. അതേസമയം സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും, നല്ല സ്മൂത്ത് ആണെങ്കിൽ. It is the friction which helps us to walk without slipping. അപ്പം നമുക്ക് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് പല ഹെൽപ്പും ഉണ്ട്. നമുക്കിപ്പം നടക്കാനൊക്കെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ
നമ്മൾ ഇടുന്ന ചെരുപ്പിന്റെ അടിയിലെ ഗ്രിപ്പ് കണ്ടിട്ടില്ലേ? ചെരുപ്പ് ഒന്ന് തിരിച്ചു നോക്കണം. അതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഗ്രിപ്പ് ഉള്ള ഓരോ ഗ്രിപ്പ് കാണാൻ പറ്റും. കാരണം എന്താണ്? ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ആ ഗ്രിപ്പ് തേഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചില ചെരുപ്പ് നമ്മൾ സ്ലിപ്പറൊക്കെ ആണെങ്കിൽ അതിന്റെ അടിയിലത്തെ ഗ്രിപ്പ് തേഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തെന്നി വീഴത്തില്ലേ? എന്തുകൊണ്ടാണ്? ആ ഗ്രിപ്പ് തേഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് പിന്നെ ഉണ്ടാകത്തില്ല. അപ്പോഴാണ് നമ്മൾ തെന്നി വീഴുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ടൈലിടാറുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ബാത്റൂമിലിടുന്ന ടൈല് നമ്മുടെ ബാക്കി റൂമിലിടുന്ന ടൈല് പോലെയുള്ളതല്ല. കാരണം എന്താണ്? യെസ്, അപ്പൊ കുളിമുറിയിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിക്കും. അപ്പോൾ സാധാ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ, അതായത് സ്മൂത്ത് ആയിട്ടുള്ള ടൈലാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ പരുക്കനായിട്ടുള്ള ടൈലാണ് സാധാരണ, അതായത് ഗ്രിപ്പ് കൂടുന്ന രീതിയിലുള്ള ടൈലാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും, അപ്പോൾ തെന്നി വീഴാതെ സഹായിക്കും. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവ് വേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളെല്ലാവരും ക്യാരംസ് ബോർഡ് കണ്ടിട്ടില്ലേ? ക്യാരംസ് കളിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ സ്കൂളിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ക്യാരംസ് ബോർഡിൽ നമ്മൾ കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? എന്തിനാണ്? യെസ്, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ ക്യാരംസിൽ ആ കോയിന് നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ്, ആ സർഫസ് നല്ല സ്മൂത്ത് ആകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ. Force, work and energy. Have you ever noticed a boy kicking the football, a girl opening the door, a boy flying kite, falling off fruits from the tree? Yes, but I wonder what makes all these movements and motions possible? Let me tell you. It is possible due to the application of force. Force is the pull or push acting on an object. A force can cause things to start moving, stop moving, change shape, change position or direction. Kinds of forces. There are various kinds of forces. Whenever we throw a ball up, it always comes back to earth. You know why this takes place? This happens because the gravitational force in the earth pulls the ball back towards itself. This force is called gravitational force. It is the force with which the earth pulls all objects downwards towards its center. Frictional force. Friction is a force that stops things from moving easily. Let us do one activity. Roll a ball along the floor. A ball stops rolling down after some time after moving a certain distance. It stops because of a special force called friction. It comes into play only when an object moves over the other. It always acts opposite to the direction of motion of the object. Rough surfaces produce more friction. So next is work. So all of you look here. Here is a chair. When I push it, it moves from its place. അപ്പം ഈ ചെയറിൽ ഞാനൊരു ഒരു ഉന്ത് ഞാനൊരു കൊടുത്തപ്പോഴത്തേക്ക്, ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ആദ്യം അത് ഇവിടെയായിരുന്നു കിടന്നത്, പിന്നെ ഞാനത് പുഷ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അതിൻ്റെ പൊസിഷന് ചേഞ്ച് ചെയ്തു. ബട്ട് വെൻ ഐ പുഷ് ദ വോൾ, ഞാൻ ഈ വോളിൽ ഒരു പുഷ് കൊടുത്തു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഡസ് ഇറ്റ് ചേഞ്ച് ദ പൊസിഷൻ? നോ. പക്ഷെങ്കിൽ ഞാൻ ഈ വോളിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഫോഴ്സ് കൊടുത്തു, എങ്കിലും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തില്ല. പക്ഷെങ്കിൽ ഞാൻ ഈ ചെയറിലൊരു പുഷ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അത് അതിൻ്റെ പൊസിഷൻ മൂവ് ചെയ്തു. സോ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ when force applied on an object change the position of the object. അപ്പോൾ
എപ്പോഴാണ് വർക്ക് ചെയ്തെന്ന് നമ്മൾ പറയുന്നത്? യെസ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ പൊസിഷനിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എന്ത് നടന്നിട്ടുള്ളൂ അവിടെ? വർക്ക്. അപ്പം ഈ വോള് മൂവ് ചെയ്തോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിലും അവിടെ എന്ത് നടന്നില്ല? വർക്ക് നടന്നില്ല. സോ അക്കോർഡിംഗ് ടു സയൻസ്, വർക്ക് ഈസ് നോട്ട് ഡൺ ഇൻ റീഡിങ്, തിങ്കിങ്, സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ആൻഡ് സ്ലീപ്പിംഗ്. സയൻസ് പറയുന്നത്, അതായത് നമ്മൾ എഴുതുകയും പഠിക്കുകയും തിങ്ക് ചെയ്യുകയും അതുപോലെ ഉറങ്ങുകയും അതുപോലെ ഒരു ഭാരമുള്ള വസ്തു പൊക്കി കൊണ്ട് കുറേ നേരം നമ്മൾ നിൽക്കുന്നു. ഇവിടെ ഒന്നും തന്നെ എന്ത് നടക്കുന്നില്ല? വർക്ക് നടക്കുന്നില്ല. കാരണം എന്താണ്? അവിടെ ഒന്നും തന്നെ നമ്മുടെ പൊസിഷന് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരിടത്തിരുന്നല്ലേ നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് വായിക്കുന്നു. അവിടെ നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് നടക്കുന്നില്ല. This is because either no force is applied on the object or there is no change in the position of the object. So let us conclude. So today we have learned about force, types of forces and work. So force is a push or pull applied on object is called a force. So what is force? A push or a pull applied on an object is called a force. Then gravity and friction are the two types of forces. Then what is gravity? Yes, the force that pulls every object down towards the center of the earth is called gravity. The force that pulls every object down towards the center of the earth is called gravity. Okay. The next is friction. The force that acts when two objects are in contact with each other is called friction. The force that acts when two objects are in contact with each other is called friction. Then work. Work is said to be done when force applied on an object change the position of the object. So work is said to be done when force applied on an object change the position of the object. So read the chapter 3 times and learn the uses of force. Then we can learn about simple machines in the next class. Okay, thank you.